നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുരുങ്ങിയ 110 പ്രാവശ്യം നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രീത്തിങ് എടുക്കുന്നത്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന് അകത്തേക്ക് എടുക്കുന്നു, രണ്ടാമത് പുറത്തേക്ക് വിടുന്നു. ഈ അകത്തേക്ക് എടുക്കുന്നതും പുറത്ത് വിടുന്നതും ഓക്സിജൻ അല്ല, സാധാരണ വായുവാണ്. ആ വായുവിൽ എന്തുണ്ട്? 21% ഓക്സിജൻ ഉണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളിത് മൊത്തം വലിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിന് നമുക്ക് ഓക്സിജൻ കിട്ടണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രക്രിയ. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മാക്സിമം വലിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശ്വാസകോശം ഇങ്ങനെ വലുതായി വരും ബൈ പ്രാക്ടീസ്. അതിൻ്റെ സ്പേശികൾ അതിനനുസരിച്ച് കൂടുമ്പോൾ ശ്വാസകോശം വലുതായി വരും. അപ്പോൾ ഒരു ബലൂൺ നിങ്ങൾക്ക് കണ്ടില്ലേ? സാധാരണ നമ്മളൊരു ബലൂൺ പറഞ്ഞാൽ ഉടൻ വീർപ്പിച്ചാൽ എന്ത് ചെയ്യില്ല, കാറ്റ് കുറച്ച് കയറും. പിന്നെ 2-3 പ്രാവശ്യം ആകുമ്പോൾ എന്ത് ചെയ്യും? ഈസി ആയിട്ടാണ് അത് കയറും. ഇത് തന്നെയാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു ബൈ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഈ 110ന്റെ പുറത്ത് ജമ്പിങ് ജാക്ക് ഉണ്ടല്ലോ. നമ്മൾ ജമ്പിങ് ജാക്ക് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാണ് വലിച്ചുകൊണ്ടാണ് ചാടിയാൽ, ഒന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒന്നാണ് വലിച്ചുമ്പോൾ ചാടുമ്പോൾ ഒന്നും കൂടി നമുക്ക് പവർ കിട്ടും. അപ്പോൾ ആ ചാട്ടം അപ്പോൾ എത്ര കിട്ടി? 50 പ്രാവശ്യം കിട്ടി. 110 ആകുമ്പോൾ 106 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മുടെ കപ്പാസിറ്റി കൂടും. ഇതിൽ ഈ കപ്പാസിറ്റി കൂടുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം. ഇതിന് നമ്മൾ പറയാം വിറ്റൽ കപ്പാസിറ്റി എന്ന്. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിറ്റൽ കപ്പാസിറ്റി. വിറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആരോഗ്യത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് വിറ്റൽ കപ്പാസിറ്റി. മെഡിക്കൽ കോളേജിൽ തന്നെ അതിനൊരു പ്രത്യേക ഉപകരണം തന്നെ ഉണ്ട്. വിറ്റൽ കപ്പാസിറ്റി അളക്കാൻ ഉപകരണം ഉണ്ട്. അത് വെച്ചിട്ടാണ് ഒരാളുടെ ജനറൽ മൊത്തത്തിലുള്ള ആരോഗ്യം അളക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സസൈസിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിറ്റൽ കപ്പാസിറ്റി. അതിനുവേണ്ടി നിങ്ങളെല്ലാം ശ്രമിക്കണം. നിങ്ങൾ അറിഞ്ഞ് ചെയ്യണത് മാത്രമല്ല, ശ്വാസം പിടിച്ച് നിർത്തുമ്പോൾ, അല്ല പെട്ടെന്ന് വലിച്ച് അതേമാതിരി വിടരുത്. അത് സെക്കൻഡ് നിർത്തണം, 3 സെക്കൻഡ് നിർത്തണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വേഗം വലിച്ചു വിടുകയാണ്. അപ്പോൾ അത് പിടിച്ചു നിർത്തുക, വലിക്കുക, വീണ്ടും പിടിച്ചു നിർത്തുക, വലിക്കുക. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് ഈ വിറ്റൽ കപ്പാസിറ്റി കിട്ടും. അതിലൂടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്തുണ്ട്? സിഗരറ്റ് വലിക്കുന്നവരായിരുന്നു നിങ്ങൾ. വലിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സിഗരറ്റ് വലിക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ഒന്ന് വിറ്റൽ കപ്പാസിറ്റിയാണ്. ശ്വാസം അങ്ങനെ തിരക്കി വരും. ഇത് നമുക്ക് ഇനി ഇപ്പോഴെങ്കിലും ഒന്ന് മായ്ക്കാൻ പറ്റുന്നത് എന്താണ്? ഈ എക്സസൈസിലൂടെയാണ്. സിഗരറ്റിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കുറേ എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സസൈസിലൂടെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. അതാണ് ഈ പ്രധാനം. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന 60% ആളുകൾ സിഗരറ്റ് വലിച്ച് പാരമ്പര്യമുള്ളവരാണ്. ഇപ്പോൾ ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും. എന്തായാലും അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വിറ്റൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായി മെക്സവനെ നിങ്ങൾ മാറ്റണം. അതാണ് എനിക്ക് പറയാനുള്ളത്.